ഒന്നും അല്ലല്ലേ ഈ പറയുന്ന കുറ്റം പറയുന്ന ഒരാൾ എയർപോർട്ട് വരെ പോയി ജസ്റ്റ് കാണുന്നു. എയർപോർട്ടിൽ നിന്ന് കാണാൻ പറയ്ക്കുമാരോടൊക്കെ. എന്നെ ഈ പറയുന്നവരടുത്ത് ജസ്റ്റ് ഇവിടെ നേരെ വണ്ടി വിളിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കാണാം. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നത് എയർപോർട്ട് പോലും കാണാത്തവരാണ്. ഫ്ലൈറ്റ് കോളിൽ കൂടെ പോയപ്പോ പക്ഷിയാണെന്ന് എടുത്ത് കല്ലെറിയാൻ വന്നവനൊക്കെയാണ് എന്നെ കുറ്റം പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് വല്ലപ്പോയി ചെന്ന് കാണുക. ഞാൻ ഈ എയർപോർട്ടും കണ്ടിട്ടില്ല, എയ്റോപ്ലെയിൻ കയറിയിട്ടുമില്ല. അപ്പൊ പിന്നെ എനിക്ക് രേണുസുധിയെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നാണ് രേണുസുധിയുടെ വാണിംഗ് എന്തായാലും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതായത് എയർപോർട്ട് കാണാത്തവരും എയറോപ്ലെയിൻ കാണാത്തവരും വിമാനത്തിൽ കയറാത്തവരൊന്നും കയറി ഈ പറയുന്ന രേണുസുധിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോവരുത് എന്നാണ് രേണുസുധിയുടെ ഡയലോഗ്. കേട്ടല്ലോ അല്ലേ നിങ്ങള്? എന്തായാലും പോട്ടെ, അതിനെതിരെ ഇനിയിപ്പോ രേണുസുധി എന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എന്റെ പൊന്നു മോളെ, എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. അഹങ്കാരം കുറച്ചൊക്കെ ആവാം, പക്ഷെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് ഇപ്പൊ അതിനെ രേണു എന്ന് പേരിടുന്നതിനോട് എനിക്കങ്ങ് യോജിപ്പ് തോന്നുന്നില്ല. ഈ പറയുന്ന രേണു ഒന്നും അറിയാതെ, അതായത് വീടിനുള്ളിൽ വീട് പണിത് കൊടുത്തതിന് ശേഷം വീടിന്റെ അകത്ത് കയറിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ അവർ ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് സ്ഥലം കൊടുക്കുന്നു, വീട് പണിത് കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്ത് ആ ഒരു ലെവലിൽ നിന്ന് ഇവിടം വരെ എത്തിയത് ഒരു പക്ഷേ ഈ പറയുന്ന രേണുവിന്റെ കഠിന പ്രയത്നം തന്നെയാവാം. അവിടെ ഷൂട്ടിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി നടന്ന് ഉണ്ടാക്കിയ ആ ഒരു പേരും കാര്യങ്ങളും ക്യാഷും ഒക്കെ തന്നെ ആയിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് കാശ് കയ്യിൽ വരുമ്പോൾ അതിന്റെ അഹങ്കാരം കാണിക്കുന്ന ശീലം ഉണ്ടല്ലോ, പഴയത് മറക്കുന്ന ശീലം, അതൊട്ടും നല്ലതല്ല. കാരണം നമുക്ക് പഴയ പടിയാവാനും അധിക സമയമൊന്നും വേണ്ട. ഈ പറയുന്ന ഭൂസ്വത്തും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അതിനെ മറ്റുള്ളവരോട്, അതായത് തന്നെ സഹായിച്ചവരോടും ഒന്ന് നന്ദി കാണിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ഉപദ്രവിക്കാതെ അവരെ മോശക്കാരാക്കാതെ ഒന്ന് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ശ്രമിച്ചൂടെ? അല്ല, എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ ബിഷപ്പ് സ്ഥലം തിരിച്ചെടുക്കുന്നതിന് കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോഴും രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു, ബിഷപ്പിനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട്. അതായത് രേണുസുധി തന്നെ ബിഷപ്പിനെ പറഞ്ഞത് വിഷപ്പാമ്പ് എന്നാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു വ്യക്തി അയാളുടെ സ്വന്തം സ്ഥലം വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നു, എന്നിട്ട് അവിടെ ഒരു വീട് പണിത് മറ്റൊരു വ്യക്തി കൊടുക്കുന്നു, അവിടെ എന്നിട്ട് ജീവിക്കുന്നു. എന്നിട്ട് തൻ്റെ കയ്യിൽ കുറച്ച് കാശും കുറച്ച് പേരും പ്രശസ്തിയും ഒക്കെ വന്ന സമയത്ത് ഈ പറയുന്ന സ്ഥലം കൊടുത്ത വ്യക്തിയെയും വീട് പണിത് കൊടുത്ത വ്യക്തിയെയും വളരെ മോശമായിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കാം. ബിഷപ്പല്ല, ഇയാൾ വിഷപ്പാമ്പ് എന്നാണ് രേണുസുധി പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആ വ്യക്തിക്ക് എത്രത്തോളം വിഷമമുണ്ടാകും. അതുകൊണ്ടാണല്ലോ ആ വ്യക്തി ആ സ്ഥലം തിരിച്ചെനിക്ക് വേണം എന്നൊരു കേസ് അവിടെ ഫയൽ ചെയ്യാനായിട്ടുള്ള റീസൺ തന്നെ. അല്ലെങ്കിൽ കൊടുത്ത വസ്തു വല്ലവരും തിരിച്ചു വാങ്ങണമെന്ന് വിചാരിക്കും. അതും ദാനമായിട്ട് കൊടുത്ത ഒരു വസ്തു ആ വ്യക്തി തിരിച്ചെടുക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്രത്തോളം മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ ആ വ്യക്തി ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രശ്നങ്ങളും ഇത്രയധികം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ടും ആ ബിഷപ്പ് പലതിനും പ്രതികരിക്കാതെയും ഒക്കെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഈ പറയുന്ന രേണുസുധി ആ വ്യക്തിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വീഡിയോകളിൽ വന്നിരുന്ന അത്രത്തോളം മോശമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഒന്നും അല്ലെങ്കിൽ എൻ്റെ പൊന്നു രേണു, നിനക്കൊന്ന് ചിന്തിച്ചൂടെ? നീ എങ്ങനെ ജീവിച്ചതാണ് എന്നൊന്ന് ചിന്തിച്ചൂടെ? ഇപ്പൊ നീ എങ്ങനെ ജീവിക്കുന്നു? അപ്പോൾ പഴയതൊക്കെ മറന്നുകൊണ്ട് തന്നെ സഹായിച്ചവരെയും തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നവരെയും നന്ദിയോടെ ഒന്ന് ഓർത്തില്ലെങ്കിൽ പോലും അവരെ മോശക്കാരാക്കാതിരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ നാണം കെടുത്താതിരിക്കുക എന്നൊരു മാന്യതയെങ്കിലും രേണു നീ കാണിക്കണമായിരുന്നു. പക്ഷെ നീ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് വന്നിരുന്ന് പറയുന്ന സമയത്ത് അവരെ തനിക്ക് സഹായിച്ചതാണ് എന്ന് എന്തുകൊണ്ട് ഒരു നിമിഷം നീ ചിന്തിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. കിച്ചു വന്നിരുന്ന് പറയുന്നുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തപ്പോൾ അതിലൊരാൾ ഞാനാണ്, എൻ്റെ പേരിലാണ് കേസ് വന്നിട്ടുള്ളത്, എന്തിനാണ് എന്നെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ ആരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തതെന്നൊന്നും അറിയില്ല എന്നിരുന്നിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടതാണ്. ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോനെ, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ അമ്മ ഈ വക തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് അതിനെ ഒന്ന് വിലക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് എതിർക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് സംസാരിക്കാനായിട്ടെങ്കിലും നീ മുതിർന്നിട്ടുണ്ടോ?
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ പറഞ്ഞില്ല അമ്മ അവരല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതിനോട് ഒരു യോജിപ്പില്ല. കാരണം അവർക്ക് നീ സപ്പോർട്ട് ആയതുകൊണ്ടാണല്ലോ അവരെതിർക്കാതിരുന്നതും അവർക്കെതിരെ സംസാരിക്കാതിരുന്നതും അവരോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയാതിരുന്നതും അതുകൊണ്ടാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് പറയാനായിട്ട് സാധിക്കും? എന്നിട്ട് വന്നിരുന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എൻ്റെ പേരിൽ എന്തിനു കേസ്, എന്തിനാണ് പിന്നെ ഇതെന്നൊക്കെ പറയുന്നതിനോട് ഒരു യോജിപ്പില്ല. ഞാൻ അവരോട് നന്ദികേടൊന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ നന്ദികേട് കൂടെ നിൽക്കുന്നവർ, സ്വന്തം അമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒക്കെ ഇരുന്ന് പറയുന്ന സമയത്ത് അവരെതിർത്ത് ഒരു വാക്ക് പോലും ഇരുന്ന് പറയാതെ പിന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് ഈ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാനായിട്ട് മോനെ നിനക്ക് യോഗ്യതയില്ല എന്നേ അക്കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ രേണുസുതി മയാണ്. രേണുസുതിയുടെ ഷോ ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, ഞാൻ വിമാനത്തിൽ പോകുന്നു, ഞാൻ എയർപോർട്ട് കാണുന്നു, എന്നെ പോലെ എയർപോർട്ടിൽ കാണാനായിട്ട് യോഗ ഉണ്ടോ നിങ്ങൾക്ക്? എവിടെ വിമാനം കണ്ടു കഴിഞ്ഞാൽ കാണാത്തവരാണ് എന്നെ കുറിച്ച് കുറ്റം പറയുന്നത്. പക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് പ്ലെയിൻ കണ്ട സമയത്ത് കല്ലെടുത്തെറിഞ്ഞവരാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഉളുപ്പുണ്ട് എൻ്റെ പൊന്നു രേണു നിനക്ക്? അല്ല, നീയൊക്കെ എന്നാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇതൊക്കെ നീ എന്നാ കാണാൻ തുടങ്ങിയത്? ഈ വളരെ കുറച്ച് നാളുകൾ. എന്നിട്ട് ഞാനിപ്പോൾ സെലിബ്രിറ്റി അല്ല, ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ അങ്ങ് സെലിബ്രിറ്റി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വക കോപ്രായങ്ങൾ കിടന്ന് കാണിക്കുന്നു. ഈ ബിഗ് ബോസിൽ നീ ചെന്നതിന് ശേഷം നീ സെലിബ്രിറ്റി ആയി എന്ന് പറയുന്നു. ആ ബിഗ് ബോസിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ഓൾറെഡി സെലിബ്രിറ്റികളായിരുന്നു. എന്നിട്ടാണ് അവിടെ മത്സരിക്കാനായിട്ട് അവരൊക്കെ വന്നത്. നീ സ്വന്തം ഭർത്താവിനെ വിറ്റ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ചതിന്റെ കണ്ടന്റ് വിറ്റ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിലുള്ള സിമ്പതി പിടിച്ചു പറ്റി ഒക്കെ നീ ജീവിച്ച് ഇവിടം വരെ എത്തിയവളാണ് നീ. അങ്ങനെ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നീ കഷ്ടപ്പെട്ട് ജീവിച്ചതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന ജനങ്ങളും പ്രേക്ഷകരും അയാളോട് സിമ്പതിയുള്ള ഒരുപാട് മനുഷ്യർ, അയാളോട് ഇഷ്ടമുള്ള ഒരുപാട് പേരാണ് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ ഇവിടം വരെ എത്തിയതിനു ശേഷം ഇപ്പോൾ നീ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ അഹങ്കാരത്തിന്റെ കൊടുമുടി, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നീ ഇപ്പോൾ വന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എല്ലായ്പ്പോഴും ഒരേ ലെവലിൽ തന്നെ മനുഷ്യന്മാർ നിൽക്കണം എന്നില്ല കേട്ടോ. അത് മറ്റൊരു കാര്യം. ഇപ്പൊ നീ വിചാരിക്കുന്നുണ്ടോ ഇതിന് മുകളിലേക്ക് ഞാൻ ഉയർന്ന് പോകുന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരുപാട് അങ്ങ് മുകളിലേക്ക് കയറ്റിയിട്ട് ദൈവം ഒറ്റയടിക്ക് അങ്ങ് താഴെ ഇടാനും മതി. അതും ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നന്ദികേടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു കൂട്ടുന്ന സമയത്ത് അതൊക്കെ ദൈവം മുകളിലിരുന്ന് കാണുന്നുണ്ട്. അല്ല, ദൈവവിശ്വാസമാണെന്നാണല്ലോ പൊതുവെ പറച്ചില്. പള്ളിയിൽ പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണല്ലോ പറച്ചിൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങ് കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ ബിഷപ്പിനെ കുറിച്ചും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന കേട്ട സമയത്ത് ഞാൻ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും ഈ വീഡിയോസും ഈ പറയുന്ന കളിയാക്കലുകൾ, യൂട്യൂബേഴ്സിനെ കളിയാക്കുന്നു, രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നവരെ കുറിച്ച് കളിയാക്കുന്നു, ഇവരൊക്കെ കളിയാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്ര അഹങ്കാരം എനിക്ക് വേണോ എന്ന്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. ഇത്ര അഹങ്കാരം വേണ്ട രേണു, കുറച്ച് കൂടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും കൂടെ നിൽക്കുന്നവർക്ക് സാധിക്കണം. ഇത് അതിനൊന്നും സാധിക്കാതെ വീണ്ടും അഹങ്കാരത്തിന്റെ മുകളിലേക്ക് എത്തിക്കപ്പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും രേണുസുതി നടത്തുന്നത്. ഒരുപാട് പേര് നിന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കല്ലേ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ജീവിക്കല്ലേ. ഇപ്പൊ ബിഷപ്പ് എന്തിനാണ് ആ സ്ഥലം തിരിച്ചു വാങ്ങുന്നത്? പണ്ട് കഷ്ടപ്പാടായിരുന്നപ്പോൾ ബിഷപ്പ് കൊടുത്തു. ഇപ്പൊ ആ പെൺകുട്ടി നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയതാണോ ബിഷപ്പിന്റെ പ്രശ്നം? അതുകൊണ്ടാണ് ആ സ്ഥലം തിരിച്ചു വാങ്ങുന്നത്. ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങാനായിട്ട് നാണാവില്ല അയാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ ഞാൻ കണ്ട സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ദാനം കിട്ടിയ പശുവിന് പല്ലെണ്ണ പള്ളിയെന്നാ അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ദാനം കിട്ടിയ ആ വീടും സ്ഥലത്തിനും ഇവൾ പറയാത്ത എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ? ഈ കൊടുത്തവരെ കുറിച്ച് എത്രത്തോളം മോശമായിട്ട് ഈ വ്യക്തി സംസാരിച്ചു. അപ്പൊ ഇവൾക്ക് എന്തുമാവാം, കൊടുത്തവര് ഇതെല്ലാം സഹിച്ചേക്കണം. പക്ഷേ ഞങ്ങൾ കൊടുത്തില്ലേ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ പാവങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണോ? അതാണോ നിങ്ങൾ പറയുന്നത്? അവരെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അവരോട് നന്ദി കാണിക്കണ്ട. അവരെ എന്താ പറയാ, മോശക്കാരായി ചിത്രീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശം പറയാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയില്ല, അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തുകൂടെ? ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രമൊക്കെ ഇവൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ ഇപ്പോഴും കൂട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കിയൂടെ നന്ദിയും എന്തൊക്കെയാണെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ ഇത്രയും പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും രേണു കൊടുമുടിയുടെ ഏത് വേണമെങ്കിലും എത്തട്ടെ, എവിടെ വേണമെങ്കിലും എത്തട്ടെ. ഇനി വിമാനത്തിലോ പ്ലെയിനിലോ ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ, എനിക്കതൊന്നും വിഷയമല്ല. പക്ഷേ നന്ദികേട് ഇങ്ങനെ കാണിച്ച് പോകുന്ന സമയത്ത് ദൈവം ഒരാൾ മുകളിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുത്ത് താഴെ ഇടാന്ന് ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എൻ്റെ പൊന്നു രേണു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.